ഞാൻ ജെയിനി. ഭയങ്കര ഇൻസെക്യൂരിറ്റീസ് ഉള്ള ആൾക്കാരാണോ നിങ്ങൾ? ബോഡി വൈസ് ആണെങ്കിലും ഫിസിക്കലി, മെന്റലി, അങ്ങനെയൊക്കെയാണെങ്കിൽ ഞാനും ആ കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ്. ഈ തലനാരിഴ മുതൽ നഖം വരെ, കാലിന്റെ നഖം വരെ ഇൻസെക്യൂരിറ്റീസ് ഉള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അങ്ങനെ ഒരു കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ്. എൻ്റെ മുടിക്ക് അതിൻ്റെ നമുക്കിങ്ങനെ പറഞ്ഞു തുടങ്ങാം. എൻ്റെ മുടിക്കകത്തിൽ ഭയങ്കര ഓയിലി ഹെയർ ആണ് ഞാൻ. അത് ചില സമയം ഭയങ്കര ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം ഷാമ്പു ഇട്ടുകൊണ്ട് നമുക്ക് നടക്കാൻ പറ്റത്തില്ല. ഷാമ്പു ഇടുന്ന ഒരാളല്ല ഞാൻ. ആ ഒരൊറ്റ റീസൺ കൊണ്ട് നമ്മുടെ ഇങ്ങനെ മുടി ഇങ്ങനെ ചപ്പി നമ്മുടെ ഇങ്ങനെ ഭംഭാന്നായി നമ്മളിങ്ങനെ മുടി കൊണ്ട് നടക്കുമ്പോൾ അതെനിക്കൊരു ഭയങ്കര ഇൻസെക്യൂരിറ്റിയാണ് വെളിയിലോട്ട് ഇറങ്ങാൻ വേണ്ടി. ഇനി നെറ്റ് നോക്കുകയാണെങ്കിൽ എൻ്റെ ഈ രണ്ട് പിരികങ്ങൾ തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അത് എനിക്ക് വലിയൊരു ഇൻസെക്യൂരിറ്റി. അത് മറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യും? പിരികം എഴുതും. ഇനി കണ്ണ് കാണാനുണ്ടോ എന്ന് പോലും അറിയത്തില്ല. അതവിടെ നിൽക്കട്ടെ. മൂക്ക് നോക്കിക്കഴിഞ്ഞാൽ മൂക്കിന് ഒരു ഇത്തിരി സ്ലിം ആയാൽ കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അതും ഒരു ഇൻസെക്യൂരിറ്റിയാണ്. ഇനി പല്ലിന്റെ ഇടയ്ക്ക് ഈ ചെറിയ ഗ്യാപ്പ് പോലും എനിക്ക് ഇൻസെക്യൂരിറ്റിയാണ്. അങ്ങോട്ട് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊക്കെ കാണത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ ഈ ഇൻസെക്യൂരിറ്റിയുടെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ്. പക്ഷേ നമ്മൾ അതുകൊണ്ട് ഇവിടെ ഇരുന്നാൽ അവിടെ ഇരിക്കത്തതേ ഉള്ളൂ. ഒരിക്കലും അതൊന്നും നമ്മുടെ ഇൻസെക്യൂരിറ്റി അല്ല. നിങ്ങൾ പറയുന്ന ഓരോ റീസൺസ് ആണ്. അതിന് നമുക്ക് മാറ്റിക്കളയാൻ കുറെ അധികം വഴികളുണ്ട്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് പിരികളും തമ്മിലുള്ള ഗ്യാപ്പ് കൂടുതലാണെങ്കിൽ പിരികം വരയ്ക്കണം. ത്രെഡ് ഐബ്രോ എഴുതണം. ഐബ്രോ എഴുതി കുറച്ചൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഒരു പൊട്ടെടുത്തിട്ട് കഴിഞ്ഞാൽ സുഖം, അധികം ഗ്യാപ്പ് ഫീൽ ചെയ്യത്തില്ല. പിന്നെ എണ്ണയാണ് പ്രശ്നമെങ്കിൽ എണ്ണയ്ക്ക് ഷാമ്പു ഇടുക, പൊഴിഞ്ഞു പോകുന്നിടം വരെ ഷാമ്പു ഇടുക, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലിന്റെ ഗ്യാപ്പ് അതൊക്കെ ക്ലിപ്പിട്ട് കളയാവുന്നതേ ഉള്ളൂ. പിന്നെ വൈറ്റാ വേണം. അതില്ലെങ്കിൽ ഇൻസെക്യൂരിറ്റി കൊണ്ട് അവിടെ ഇരിക്കുക. ഇൻസെക്യൂരിറ്റി കൊണ്ട് ഇരുന്നിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ഒന്നും കിട്ടാനില്ല. അപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക. അത് വിട്ട് കളഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഞാൻ ഈ വീഡിയോ ഇടുന്നത് തന്നെ ഇത്രയും ഇൻസെക്യൂരിറ്റികൾ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ആലോചിക്കണം. അപ്പൊ ഇതുപോലെ വീഡിയോസ് ഒക്കെ ഇടുക, ഫ്രണ്ടിലോട്ട് വരിക. ഒരു കാരണവശാലും നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് കൊണ്ട് നിങ്ങൾ ഒന്നിലോട്ടും ഫ്രണ്ടിലോട്ട് വരാതിരിക്കരുത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ടോക്ക് എന്ന് പറയുന്നത്. ഇൻസെക്യൂരിറ്റി ഡസന്റ് മാറ്റർ. ഓക്കെ, അപ്പൊ നന്ദി. വീണ്ടും വരിക.